ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിടത്ത് ശാന്തതയും നിഷ്കളങ്കതയും ധ്യാനവും ജീവിതശ്വാസമാക്കിയ ഒരു സന്യാസി വസിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു അരുളപ്പാട് ലഭിച്ചു. സന്യാസി കൃത്യം 1 വർഷത്തിന് ശേഷം തൻ്റെ കഴുത്ത് ഒരു വാളാൽ വെട്ടപ്പെടുമെന്നതായിരുന്നു ആ അരുളപ്പാട്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭയം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കീഴടക്കിയില്ല. മറിച്ച് എല്ലാം അവിടുത്തെ ഹിതം പോലെ അത് ഉത്തമമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 വർഷം മുൻപേ ഈ വിവരം അറിയിച്ചതിലൂടെ ദൈവനാമം ജപിക്കുവാനും മനസ്സ് ശുദ്ധീകരിക്കുവാനും എനിക്ക് സമയം ലഭിച്ചുവല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. നല്ല വിളവ് ലഭിച്ചപ്പോഴും നാട്ടിൽ ക്ഷാമം വന്നപ്പോഴും കനത്ത മഴ കൃഷിയെ നശിപ്പിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി ഇതുതന്നെയായിരുന്നു. ഒരു ദിവസം സന്യാസിയെ അതിയായി സ്നേഹിച്ചിരുന്ന ഒരു ഭക്തന്റെ ഏക മകൻ മരിച്ചുപോയി. കണ്ണീരോടെ തകർന്ന ഹൃദയത്തോടെ അയാൾ സന്യാസിയുടെ അടുക്കിൽ ഓടിയെത്തി. സന്യാസി പതിവ് പോലെ ശാന്തമായി പറഞ്ഞു, അവിടുത്തെ ഹിതം പോലെ അത് ഉത്തമം. ആ വാക്കുകൾ ഭക്തന്റെ ഹൃദയത്തിൽ തീപ്പൊരി വീഴ്ത്തി. വേദനയും ദേഷ്യവും ചേർന്ന് അയാൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞു മരിച്ചപ്പോഴും ഇതാണോ പറയാനുള്ളത്? നാളെ നിങ്ങളെ ഞാൻ കൊല്ലും, അപ്പോഴും ഇത് ഉത്തമമാണോ എന്ന് നോക്കാം. അടുത്ത ദിവസം പുലർച്ചെ സന്യാസി നദിയിലേക്ക് ധ്യാനത്തിനായി നടന്നു പോകുന്ന വഴിയിൽ ഭക്തൻ ഒരു വാളുമായി ഒളിച്ചു നിന്നിരുന്നു. എന്നാൽ സന്യാസി അവിടെ എത്തുമ്പോൾ അപ്രതീക്ഷിതമായി മൂർച്ചയുള്ള ഒരു ആണി അദ്ദേഹത്തിന്റെ പാദത്തിൽ ആഴ്ത്തി തറച്ചു. രക്തം വാർന്നു. ആ വേദനയ്ക്കിടയിലും അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ഹിതം പോലെ അത് ഉത്തമം. ഇതെല്ലാം കണ്ടപ്പോൾ ഒളിച്ചു നിന്നിരുന്ന ഭക്തന്റെ ദേഷ്യം ഉരുകി. അവൻ ഓടിയെത്തി ചോദിച്ചു, ഇത്ര വലിയ വേദന അനുഭവിക്കുമ്പോഴും എങ്ങനെ നിങ്ങൾക്കിത് ഉത്തമമാണെന്ന് പറയാൻ കഴിയുന്നു? സന്യാസി വേദനയ്ക്കിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, 1 വർഷം മുൻപ് ദൈവം പറഞ്ഞത് ഇന്ന് ഞാൻ ഒരു വാളാൽ കൊല്ലപ്പെടുമെന്നായിരുന്നു. എന്നാൽ ആ വലിയ വിധി ഈ ചെറിയ ആണിയിൽ ഒതുങ്ങിപ്പോയി. ദൈവം എൻ്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടുത്തെ ഹൃദയം ഉത്തമമാണ് എന്ന്. ഇത് കേട്ട് ഭക്തൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സത്യം സന്യാസിയോട് തുറന്നു പറഞ്ഞു. സന്യാസി അവനെ ചേർത്ത് പിടിച്ചു. സ്നേഹത്തോടെ പറഞ്ഞു, നമ്മുടെ കണ്ണിൽ വലിയ പ്രശ്നങ്ങളായി തോന്നുന്ന പലതും യഥാർത്ഥത്തിൽ വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതലായിരിക്കാം. 1 വർഷത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രമായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പലതും ഈ വർഷം നടന്നു കാണില്ല. പക്ഷേ നമ്മുടെ നാശത്തിൽ നിന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ എന്നും ഉണ്ടായിരുന്നു എന്നത് മറക്കരുത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി എന്ന് യിരെമ്യാവ് 29:11 പറയുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നമുക്ക് കാതോർക്കാം. അവൻ്റെ കരുതലിൽ വളരുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉള്ളം കലങ്ങിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു, എല്ലും ഭയം വേണ്ട എൻ മകനെ, എല്ലാ നാടും ഞാൻ കൂടെയുണ്ട്. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ നന്ദിയാൽ പാടിടും.